എല്ലാവർക്കും നമസ്കാരം. തോമസ് വൈദ്യരാണ്. കോടാശ്ശേരിയെക്കുറിച്ച് വീണ്ടും ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത്. ഒരു 5-6 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് വിചാരിച്ചിരുന്നില്ല ഇത് കിട്ടാക്കനിയാകുമെന്ന്. കാരണം ഇപ്പോൾ കർണാടക വനത്തിനുള്ളിലേക്ക് ഫോറസ്റ്റ് അധികാരികൾ പഴയതുപോലെ കടത്തിവിടുന്നില്ല. വൈദ്യന്മാരെ പോലും ആരെയും വിടുന്നില്ല. അപ്പോൾ ഈ റെഡ് ലിസ്റ്റിൽ പെട്ട പല സാധനങ്ങളും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇന്ന് വളരെ കഷ്ടപ്പെട്ട് കുറച്ച് കോടാശ്ശേരി പോയി സംഘടിപ്പിച്ചു കൊണ്ടുവന്നത്. അത് റെഡ് ലിസ്റ്റിൽ പെട്ട മറ്റൊരു സസ്യമാണ് മരമഞ്ഞൾ. അതിൻ്റെ ഒരു ഉണങ്ങിയ ഇല ഇതിനകത്ത് എങ്ങനെയോ പെട്ടു വന്നതാണ്. മരമഞ്ഞളിനെ കുറിച്ചാണ് എൻ്റെ ബുക്കിൽ ഏറ്റവും ആദ്യം ഞാൻ അതിൻ്റെ ഫോട്ടോ കൊടുക്കുകയും ഇതാണ് മരമഞ്ഞൾ കട്ട് ചെയ്ത് അന്ന് സൂക്ഷിച്ച് വെച്ചതിൻ്റെ ഫോട്ടോ എടുത്തത്. ഇപ്പോൾ മരമഞ്ഞൾ വർഷങ്ങളായി കിട്ടിയിട്ട്. അപ്പം കോടാശ്ശേരിയെക്കുറിച്ച് ആദ്യം പറയാം. കോടാശ്ശേരി കൊടുത്താൽ കൊടിയ വിഷവും കെടും എന്നൊരു ചൊല്ലും. അല്പം എന്നൊരു പേരുണ്ട്. അല്പമകത്ത് എന്നാൽ വിഷം പുറത്തെന്നുള്ള ഒരു ചൊല്ല്. കോടാശ്ശേരി കെടുത്തും കാർകോടകൻ്റെ വിഷം, കാർകോടകൻ എന്നുള്ളൊരു സർപ്പത്തിൻ്റെ വിഷവും ഇതുപയോഗിച്ചിട്ട് മാറ്റാം. എൻ്റെ ഗുരുനാഥൻ മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു വളവഴപ്പൻ എന്ന് പറയും, വെള്ളിക്കട്ടൻ കടിച്ച ഒരു ചെറിയ പെൺകുട്ടിയുടെ കഴുത്തിൽ കടിച്ചിരിക്കുന്ന അവസ്ഥയിൽ രാത്രിയിൽ കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത്. ഈ കോടാശ്ശേരി ഉപയോഗിച്ചിട്ടാണ് ചികിത്സിച്ച് സുഖപ്പെടുത്തിയത്. ഞാൻ ഒരു പയ്യനെ, +1 പഠിക്കുന്ന പയ്യനെ രക്തമണ്ഡലി കടിച്ചിട്ട് ഈ കാട്ടിൽ തന്നെ ഇന്ന് മരുന്നെടുക്കാൻ പോയ അവിടെ വെച്ച് തന്നെയാണ് കടിച്ചത്. കാർത്തിരം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ ഇത് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയ സമയത്ത് അവിടുന്ന് സർപ്പദംശനം ഏറ്റു. അപ്പോൾ ആദ്യം തന്നെ ഇത് പാമ്പ് വിഷത്തിൻ്റെ മരുന്നാണ്, ചികിത്സയ്ക്കാണ് എടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഇതിൻ്റെ ഇല എടുത്ത് കഴിച്ച് ആരോടും പറഞ്ഞില്ല. അത് കുറച്ച് കുഴപ്പത്തിലായിപ്പോയി. വലിയൊരു കഥയുണ്ട് അതിൻ്റെ പിന്നിൽ. എന്തായാലും ഇത് ഉപയോഗിച്ച് തന്നെ പയ്യനെ രക്ഷപ്പെടുത്തി. പറയാൻ വന്നത് അതല്ല, ഈ ബൊട്ടാണിക്കൽ നെയിം പലപ്പോഴും മാറ്റിക്കളയുന്നു. അവിടെയാണ് ഒരു പ്രശ്നം. ഇതാദ്യം ഞാൻ പഠിക്കുമ്പം ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം ബ്രാഗീറ്റ വില്ലിച്ചി എന്നായിരുന്നു. BRAGIGANTIA ബ്രഗാൻറ്റിയ വല്ലിച്ചി എന്നാണ്. പിന്നീട് അത് മാറ്റി അബാമ സിലിക്കോസ ലിൻ എന്ന് പറഞ്ഞ ആൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പേര് കൂട്ടി ഇതിന് പേരിട്ടു. ഇപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തോട്ടിയ സിലിക്കോസ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ബൊട്ടാണിക്കൽ നെയിം ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതിനകത്ത് ചില ശാസ്ത്രജ്ഞന്മാരുടെ തന്ത്രങ്ങളുണ്ട്. അതാണ് അങ്ങനെ മാറി വരുന്നത്. ഇപ്പോൾ ഒരു ബൊട്ടാണിക്കൽ നെയിം ഉരുവിട്ട് പഠിച്ച് വർഷങ്ങൾക്ക് ശേഷം അതല്ല ഇതാണെന്ന് പറയുകയാണ്. മരമഞ്ഞളിൻ്റെ അതേപോലെ ഹെക്സാപെറ്റുലസ്, അതായത് മദന കാമേശ്വരി ലേഹ്യത്തിൽ ഉപയോഗിക്കുന്ന മദന, അതിൻ്റെ ബൊട്ടാണിക്കൽ നെയിമും മാറ്റിക്കളഞ്ഞു. അർട്രാബോട്രിസ് ഹെക്സാപെറ്റുലസ് എന്നാണ് അതിൻ്റെ പേര് മുമ്പ് ഞാൻ ഉരുവിട്ട് പഠിച്ചിരുന്നത്. ഇപ്പോൾ അത് വീണ്ടും മാറ്റി. അപ്പോൾ ഇതാണ് വിഷത്തിന് ഉപയോഗിക്കുന്ന അല്പം എന്ന കോടാശ്ശേരി. ഈ എൻ്റെ ഗുരുനാഥൻ എഴുതിയ ബുക്കിനകത്ത് ഇത്രയും മാത്രമേ ഇതിനകത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ളൂ. വേര് സർപ്പവിഷത്തിന് പ്രതിവിധിയാണ് എന്ന് മാത്രം ഒറ്റ വാക്കിലത് വിഷച്ചികിത്സയെക്കുറിച്ച് വിവരിച്ചിട്ടില്ല അതിനകത്ത്. ഔഷധസസ്യങ്ങൾ ഇതാണ് ഗുരുനാഥൻ, ഫാദർ റാഫേൽ ടെറൈൻ. ഞാൻ എഴുതിയ ബുക്കിനകത്ത് ആദ്യമായിട്ട് തന്നെ മരമഞ്ഞളിൻ്റെ ഫോട്ടോ കൊടുക്കാൻ കാരണം ഇത് അന്യം നിന്ന് പോകുന്നു എന്ന കാരണം കൊണ്ടാണ്.
അതാണ് മരമഞ്ഞൾ. അന്നെടുത്ത ഈ കായുടെയും ഇലയുടെയൊക്കെ ചിത്രമാണ്. ഇനി ഒരു ചിത്രം പോലും കിട്ടാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത്. ഇതാണ് അരിഞ്ഞു വെച്ച മരമഞ്ഞൾ. ഈ രണ്ടും പശ്ചിമഘട്ടത്തിലെ ഉൾവനങ്ങളിൽ മാത്രം. മരമഞ്ഞൾ ഒരു 20 കിലോമീറ്ററെങ്കിലും നടന്നെങ്കിൽ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഫോറസ്റ്റ് അധികൃതർ വിടാത്തത് കൊണ്ടത് പച്ചയ്ക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. നന്ദി, നമസ്കാരം. തോമസ് വൈദ്യർ.